നമ്മൾ ഇന്ന് ബോർഡർ കടക്കുമോ ഇല്ലയോ അതറിയാൻ നിങ്ങൾ ഈ വ്ലോഗ് ഫുള്ള് കാണും. ഓക്കെ, ഹലോ ഗായ്സ്, നമ്മൾ ഇന്നത്തെ പറയുന്നത് വെച്ചാൽ ഈ എടുത്തേക്കാം ഊട്ടി നല്ല സ്ഥലം. ഒരു വ്ളോഗിൽ കാണുമ്പോഴത്തേക്ക് എല്ലാവരും സാലന്റ് ഗായ്സ്. നമ്മൾ സാലന്റ് ആയാലും എല്ലാവരും ഓണാക്കി എടുക്കണം. നമ്മളെന്താ പ്ലാൻ എല്ലാവരും മൈക്കെല്ലാം കേൾക്കുന്നുണ്ടാവില്ലേ? സീതേവ് അല്ല ഉള്ള ഇൻട്രോഡ്യൂസ് ചെയ്യും. സീതേവ് പയ്യ, അതിൻ പയ്യ, അത് മഞ്ഞ പയ്യ. ആ കറക്റ്റ് ടൈമിൽ എൻട്രി ഉണ്ട്. തുറന്നോ തുറക്കാൻ പറ്റാണ്. എൻ ഡി പയ്യ എല്ലാവരുമാണ് നമ്മളിന്ന് ഊട്ടി പോകുന്നത് ഗായ്സ്. നമ്മൾ ഊട്ടി യാത്രകളിലേക്ക് സ്വാഗതം. ഓക്കെ ബൈ, നമ്മളെ വീഡിയോ പോകുന്ന വൈകില്ല കാണാം. അസ്സലാമലൈക്കും ഗായ്സ്. നമ്മളങ്ങനെ നയാറ പമ്പത്തിൽ നിന്ന് മൂത്രം വഹിച്ചിട്ട് നമ്മൾ ശ്രീദേവിനെ യാത്ര തുടങ്ങുന്നു. കണ്ണിൽ ലൈറ്റ് അടിക്കരുത് എന്നുള്ള പരാതി കാരണം നമ്മൾ കണ്ണിൽ ലൈറ്റ് അടിക്കാണ്ട് വ്ളോഗ് എടുക്കുന്നു. ഇതാണ് നമ്മുടെ ടീം. നമ്മുടെ ടീമുമായി നമ്മൾ ഊട്ടിയിൽ പോകുന്നു. അതാണ് നമ്മള് വണ്ടി ഗിയറൊക്കെ നമ്മള് പൊളിച്ചിട്ടാണ് വണ്ടി എടുക്കുന്നത്. നമ്മളെല്ലാം ആൾട്ടോ പഠിച്ചുള്ള സ്ഥിതിയിലാണ് നമുക്ക്. ഇത്ര സ്മൂത്ത്നെസ് ഒന്നും നമുക്ക് പറ്റിയില്ല. ഇഞ്ച കാണിലേക്ക് ലൈറ്റില്ല. നമ്മൾ ഇനി ചുരത്തിലെത്തിയിട്ട് കാണാം. ഓക്കെ ബൈ. ഈ ഒറ്റ മൈൻഡ് ട്രിപ്പാണ് നമ്മുടെ ഇപ്പം മൂഞ്ചിക്കുക. നമ്മൾ ഒറ്റ മൈൻഡ് ട്രിപ്പിൽ നിന്ന് മാറണം. പക്ഷെ ഒറ്റ മൈൻഡാണ് ഏറ്റവും നല്ലത്. ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാവും എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചിലപ്പോൾ ആനേനൊക്കെ കാണാനില്ല സീതാ, മിക്കവാറും ആനേൻ്റെ കൂട്ടിലായിട്ടൊക്കെ ഉറങ്ങുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു പോക്കാണ്. ഇപ്പം ചെക്ക് പോസ്റ്റിലെല്ലാം അടിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ വിവരം അനുസരിച്ച് നമ്മൾ ഊട്ടിയിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും എത്തുക. ഇന്ന് നമ്മൾ ബോർഡറിൽ കിടക്കുന്നത്. പക്ഷെ ബോർഡർ വെട്ടിച്ചിട്ടുള്ള വഴികൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനായി നമ്മൾ റാസിമോനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആരാ? അരുണേ അറിഞ്ഞൂടാ. കൊള്ളിയാണ് നമ്മളത്തെ ഫുഡ്. എന്ത് കൊള്ളിയാ? കൊച്ചു കൊള്ളി വേണ്ടേ? ഒരു കൊള്ളി പോയതെല്ലാം പോട്ടെ. നമ്മൾ ഇന്ന് ബോർഡർ കടക്കുമോ ഇല്ലയോ അതറിയാൻ നിങ്ങൾ ഈ വ്ളോഗ് ഫുള്ള് കാണും. ഓക്കെ, കവിതയിലാണ് നമ്മൾ ഫഹദ് ഫാസിൽ വന്നത്. കവിതയിലാണ് ഫഹദ് ഫാസിൽ വന്നത്. കവിതയിലാണ് ഫഹദ് ഫാസിൽ വന്നത്. ഫഹദ് ഫാസിന്റെ വീട്ടിൽ എൻട്രി ഉണ്ടായിരുന്നു കവിതയിൽ. ഇന്ത്യൻ കോഫി അടിച്ചത് ജലജ ബേക്കറി. ക്രീം നമ്മൾ തിന്നു. ജലജ ബേക്കറിലെ ക്രീം തന്നെ തിരിച്ചു തരും. ഡേ 2 ജലജ ബേക്കറിൽ ബസിന്റെ ബേക്ക് പിടിച്ചാൽ ബസിന്റെ ബേക്ക് തന്നെ പിടിച്ചോളാം. ഒരു വൈ വളവുണ്ട്. തലൊന്ന് പുറത്തിട്ട് തണുപ്പുണ്ടോ എന്താ ഓന്റെ പരീക്ഷണങ്ങൾ. ഊട്ടിയിലേക്ക് ഇനി ആകെ 95 ഓണടിച്ച് വണ്ടി പറ്റിക്കുന്നേ. നേരെ സ്ഥലം ഉണ്ടല്ലോ. എന്താടാ ഇനി നമ്മള് നേരെ പോയത്. ഇതൊരു സൂപ്പർ റൂട്ട് എടുക്കാം. ഇത് സൂപ്പർ റൂട്ടാണ്. പള്ളി ലൈറ്റില്ല. നേരത്തെ പള്ളി ലൈറ്റ് ഉണ്ടല്ലോ. രണ്ട് പള്ളി ഒരുമിച്ച് ചർച്ച ചർച്ചകൾ. സീതേ ഒരു നമ്പൂരി ഉണ്ടോ? നമ്പൂരികളും സെബാസ്റ്റ്യൻ ചെറിയ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മള് ഇനി വലിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. വലിയ ചെക്ക് പോസ്റ്റിലേക്കാണ് നമ്മളെ യാത്ര. വലിയ ചെക്ക് പോസ്റ്റ് കടക്കോ ഇല്ല. ഇത് എത്തുന്ന ഇത് മോഡലിനകത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ടോ? ഇനി ചെക്ക് പോസ്റ്റ് ഉണ്ടാ? അതുണ്ടാവില്ല. പ്രശ്നമാവാ. നല്ല റൂട്ടാണ്. നല്ല സൂപ്പർ ഡൂപ്പർ ആയിട്ട് സീതയെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട. ഒന്നുമില്ല, മെല്ലെ ഒരു കുഴപ്പമില്ല. വണ്ടി ഓടിക്കുന്നുണ്ട്. പാട്ടയൊക്കെ പോയി ഇനി കുറച്ച് കാണാം. 7 കിലോമീറ്റർ 10 മിനിറ്റ്. നമ്മളെത്തിരിക്കൂല. ബോർഡറെത്തി
ബോർഡർ കഴിഞ്ഞു എനിക്ക് തോന്നുന്നത്. തമിഴ് എഴുതി കാണിച്ചു തുടങ്ങി. ബോർഡർ എത്തിയില്ല. ആ ബോർഡർ എത്തി ഗൈസ്. ക്ലോസ്ഡ് ഒന്നല്ല, സൂപ്പർ ആയിട്ട് തുറന്നു വെച്ചിട്ടുണ്ട് നോസിൽ. അങ്ങനെ നമ്മൾ കർണാടക ബോർഡർ താണ്ടിയിരിക്കുന്നു. സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് പോലീസ് സ്റ്റേഷൻ. നമ്മളിതാ ഇനി പോലീസിൽ ഇനി നമ്മൾ ആനയെ കാണാം, കുതിരയെ കാണാം, എന്തെല്ലാം കാണാൻ പറ്റും. ആ കുതിരയെ കാണാം, പുലിനെ കാണാം. ആ ഇതാ ബോർഡർ ബോർഡർ നടുക്കൂടി ഒരു സ്ഥലം. അത് വേറെ, അത് കഴിഞ്ഞു. അതില്ല, അത് ഈ റൂട്ടല്ല, അത് വേറെ റൂട്ടാണ്. അത് വേറെ പീപ് സൗണ്ട് കുറെ ഉണ്ടാവില്ല ഇതിനകത്ത്. ആരാന്റെ കേരളല്ല, കർണാടക, ഇന്ത്യ ഒന്നും. ആരാന്റെ എ സി ഓണാക്കണ്ട, ആവശ്യമില്ല, തണുക്കുന്നുണ്ട്. നല്ല സുഖമാണ്. നല്ല നല്ല വൈകളിലൂടെ നമ്മളിതാ ഇഞ്ച മാത്രം തോന്നി ഞാൻ. എനിക്ക് എത്ര സന്തോഷം ഇങ്ങനെ തന്നു. ഓന്റെ ക്ലാസ് വന്നു. നമ്മൾ ഓർക്കണ്ട, നമ്മൾ പനി തല കാറ്റടിച്ച പനിക്കും. സീന് വളവ് ആനേനെ കാണാതെ ലൈറ്റ് ഓഫ് ആക്ക്. എനിക്ക് ലൈറ്റ് എടിയാ വരുന്നു. ഇങ്ങനെ ലൈറ്റ് ഒന്നും വരുവായില്ല. ഇത് വലത്ത്, ഇതാണ് തമിഴ്നാട്, ഇത് കേരളം. ഇത് കേരളം, ഇത് കേരളം, ഇത് തമിഴ്നാട്, ഇത് തമിഴ്നാട്. എങ്ങനെയാ ഇതാ ബോർഡർ. ഇതാ സാധനം, ഗുണ്ടൽപേട്ട് സാധനം അല്ലേ? ഇതാ ബോർഡർ ഗൈസ്. നമ്മൾ ബോർഡറിലെത്തി ഗൈസ്. ഇനി നമ്മളെ വിടുവോ ഇല്ലയോ? വെൽക്കം ടു തമിഴ്നാട് ഗൈസ്. വെൽക്കം ടു തമിഴ്നാട്ടിലെത്തിയിരിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ഊട്ടിയിലേക്ക് 12 മണിക്ക് ഊട്ടിയിൽ നമ്മൾ എന്നാഘോഷിക്കുക. പുതുവത്സര ആശംസകൾ. ഞാൻ കൊടുത്തില്ല. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആടെ ഒരു ഹമ്പുണ്ട്, മെല്ലെ പോകും. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളെ ന്യൂ ഇയർ നമ്മൾ ഊട്ടിയിൽ ആഘോഷിക്കുന്നതായിരിക്കും. ചെക്ക് പോസ്റ്റ് ഇതൊന്നും ഒരു പ്രശ്നമല്ല. വെച്ചു എല്ലാം സ്റ്റാറാണ്. ഇനി ഒന്ന് തമിഴിൽ എഴുതിയതിനെ കൂടെ ഒന്ന് തിരിച്ചോടൊന്നും ബാക്കിയാണ്. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മൾ തമിഴ്നാട് ബോർഡറിൽ തമിഴ്നാട് കണ്ടു. മുടിയാതെ ഇനി മാപ്പ് ഊട്ടിയിലേക്ക് മാപ്പ് ഇടാൻ വെക്കണേ. ഇനി നമ്മൾ യാത്രകൾ തുടരുകയാണ്. ഇനി നമ്മൾ ഊട്ടിയിലെത്തിയിട്ട് കാണാമെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ആന വരുമ്പോൾ കാണാം. ആന വരും, പുലി വരും. പുലീൻ്റെ ഉള്ളതാ, പുലീന്റെ ഹോട്ടലിൽ ഇവിടെ അല്ല. പുലീന്റെ ഫോട്ടോ അത് ആനയാണ് ഗൈസ്. സോറി. ആ ഗുണ്ടല്ലൂരിലേക്ക് നൈറ്റ് സഫാരിക്ക് പോകേണ്ട ആൾക്കാർക്ക് ഇതാ നൈറ്റ് സഫാരി അവൈലബിൾ ആണ്. ആ ഗൈസ്, പിന്നെ ഒരു ബോർഡർ ചെക്ക് പോസ്റ്റുകളുടെ പൂരം. 9 മണിയാകുമ്പോൾ എല്ലാ ചെക്ക് പോസ്റ്റും നമ്മൾ കടന്നിരിക്കും ഇല്ലേ? നമ്മൾ ബോർഡർ കഴിഞ്ഞിരിക്കുന്നത് ഗൈസ്. നമ്മളെ ബോർഡറിൽ ചെക്കിങ് ചെയ്ത സൂപ്പർ സാർ നമ്മളെ ബോർഡർ ബ്രഷ് കിട്ടാത്തൊരു ബ്രഷ് കിട്ടി. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടന്നു ഇവിടെ. അടിപൊളി ടൈമിംഗ് ആണ് നമ്മുടെ മെയിൻ. അപ്പൊ ഗൈസ്, നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കേണ്ട പ്ലാനിലാണ്. ഫുഡ് കഴിക്കാൻ നമ്മളെ നിർത്തിയത് ഈ ഒരു ജംഗ്ഷനിലാണ്. ജംഗ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ജംഗ്ഷനിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത്. നമ്മളുടെ അവിടെ ഒരു മെസ്സ് കണ്ടിട്ടാണ്. ബാക്കിയാണ് ഒടുക്കത്തെ പൈസ. നല്ല പൈസയാണ് ഗൈസ്. നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. പഴമാണോ? പയം കിട്ടുക പുഷ്ക കിട്ടുന്നല്ല പറയുന്നത്. അതാ മെസ്സാ തിരുപ്പതി. എന്ത് എടുത്തു? മസാല ദോശ. മനുഷ്യന്മാരിൽ ഉറങ്ങുന്നുണ്ട് ഇവിടെ. നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്തോണ്ട് നമ്മളിതാ മുന്നോട്ട് പോകുന്നു. ആംപ്ലേറ്റ് അടിച്ചാലോ? നമ്മൾ മെസ്സ് കറിയുണ്ട്. മെസ്സ് കറിയില്ല, കുസ്ക പൊറാട്ടില്ല, ഓൺലി ദോശ മാത്രം. ദോശ ആംപ്ലേറ്റും മൂടായിരിക്കും. നമ്മൾ ഒതന്റിക് ഫുഡ് കഴിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഒതന്റിക് ഫുഡ് കിട്ടിക്കണം. ഭയങ്കര തണുപ്പ്.
നല്ലാണ് പെണ്ണിട്ടില്ല, നല്ലാണ് നമ്മളൊന്ന് കൈയെല്ലാം കൈ ഫുഡ് ചെയ്യുന്ന ടേബിളിലെത്തട്ടെ. അരച്ചിച്ചോറാണ് കുസ്ക. ആംപ്ലേറ്റ് മുട്ടാംപ്ലേറ്റ് എന്നല്ലോ മുട്ടാംപ്ലേറ്റ് വണ്ണക്സിലാടുക്കോ വണ്ണക്സാ വേണ്ട. കുസ്ക ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ കുസ്ക എന്താ അറിഞ്ഞൂടാത്ത കുസ്ക ഓർഡർ ചെയ്തത്. റിസ്ക് എടുക്കണ്ടായിരുന്നു, റിസ്ക് എടുക്കാറുണ്ട്. പക്ഷേ നാളെ ന്യൂ ഇയർ അല്ലേ, ന്യൂ ഇയറിന് റിസ്ക് എടുക്കാറുള്ളൂ അല്ലേ, കൊല്ലം മുഞ്ചി. അപ്പൊ ഗായ്സ് കുസ്കയോ നമ്മൾ ഓർഡർ ചെയ്യുന്ന എഗ് റൈസ് വന്നിട്ട് കാണാം. ഓക്കെ ഗായ്സ്, നല്ല ചട്നിയും സാമ്പാറും ആണ് ഇന്നത്തെ വിഭവം. ശ്രീദേവാണ് മെയിൻ. ശ്രീദേവിന്റെ ചട്നി വിളമ്പൽ കണ്ടോ നിങ്ങൾ? ശ്രീദേവിന്റെ ചട്നി വിളമ്പൽ പ്ലസ് മഞ്ഞയുടെ നോട്ടം, മഞ്ഞയുടെ ചിരി. അപ്പൊ ഗായ്സ് ചട്നി കാണാം. ശ്രീദേവിന്റെ ചട്നി നിന്ന് വ്ലോഗിലൂടെ നമ്മൾ ഫുഡ് കഴിച്ചാൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ പ്രശ്നമാവും. ഇത് വേണം തോന്നി, ബന്ധിക്കില്ല. ഓക്കെ ആംപ്ലേറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. മുട്ടയോ 10 ദോശയും കിടില്ല. മുട്ടയെന്ന് വെച്ചാൽ അടിപൊളി എടുക്കാം. മുട്ടയെന്ന് വെച്ചാൽ കിടതാണ്. മുട്ടയെന്ന് വെച്ചാൽ എല്ലാം കൂട്ടിക്കോ. ആകാം. നമ്മൾ എഗ് റൈസ് വന്നിരിക്കുന്നു ഗൈസ്. എഗ് റൈസ് വന്നിട്ടുണ്ട് ഗൈസ്. എഗ് റൈസ് ഭയങ്കര ചൂടാണ് ഗൈസ്. സോസ് ഉണ്ടായിട്ടല്ല, കുറച്ച് സോസ് കഴിക്കാം. കുറച്ച് സോസ് കഴിക്കാം. നല്ല മാമൻ കുറച്ച് സോസ് എല്ലാം വെച്ചാൽ നിങ്ങൾ സോസ് കൂടി കഴിക്കാം. അതേ കുറച്ച് സോസ് എടുക്കുക. സോസ് എടുക്കണം. ഇങ്ങനെയാക്കുക. ബേക്കല്ലോ ഊട്ടിയിലെ ഒതന്റിക് മുട്ടയും ചോറും, ഒതന്റിക് മുട്ടയും ചോറും കിടലായിക്കൊണ്ടിരിക്കുക. ഒരു മുട്ടാമറ്റും കൂടി വേണം തീരാ സാധനങ്ങളില്ല. സോസ് കൂട്ടാണ്ട് വന്നതാണ്. സോസാണ് അതിൻ്റെ ഒരു ഭംഗി കൊടുക്കുന്നത്. സോസിലാണ് കാര്യം. നമ്മളെന്നെ കഴിച്ചിട്ട് തരാം. ഓക്കെ ബൈ. കേക്ക് നമ്മളായിക്കൊണ്ട്. കേക്ക് എവിടെ എഴുതാ ഗോൾഡൻ ബേക്കറി കേക്കും വാങ്ങിക്കുന്നുണ്ട്. ന്യൂ ഇയർ കേക്ക്. ന്യൂ ഇയർ അല്ല, അപ്പൊ ന്യൂ ഇയറിന് കേക്ക് വേണ്ട കാര്യം. ന്യൂ ഇയറിന് കേക്കും വാങ്ങിട്ട് അള്ളാണ് മറ്റേ കേക്കും ഫുഡെല്ലാം കഴിച്ചു. കേക്ക് മുറിക്കുക, പാട്ടൊക്കെ ഡാൻസ് കളിക്കുക. പരിപാടി എത്ര ആളുള്ളൂ. പിന്നെ അങ്ങനെ നിങ്ങൾ വണ്ടിയൊന്നും നോക്കി കടക്കുക. സീതാവേ നമ്മളതിന് കേക്ക് മുറിക്കുമ്പോൾ ആടിക്ക് നമ്മൾ അധികം ഊട്ടിയിലെത്തുക. നമ്മൾ ഊട്ടിയിലേക്ക് 50 കിലോമീറ്റർ ഉണ്ട്. 50 കിലോമീറ്റർ ഉണ്ട്. ഇതുവരെ ഊട്ടിയിലെത്തിക്കില്ല നമ്മൾ. അതാണ് ട്വിസ്റ്റ്. നമ്മൾ ഊട്ടിയിലെത്തിയിട്ട് കാണാം കാര്യം. ന്യൂ ഇയർ സെലിബ്രേഷൻ നമ്മളിന്ന് ഊട്ടിയിൽ വെച്ചാൽ ഊട്ടിയിൽ നമ്മളെ നല്ലൊരു കിടിലം പോലത്തെ സാധനം കിട്ടിക്കണം നമുക്ക്. ഇതാ ഈ ഇതിൻ്റെ നടുക്ക് നമ്മൾ കേക്ക് വെച്ചിട്ടായിരിക്കും നമ്മളെ ന്യൂ ഇയർ സെലിബ്രേഷൻ. നിങ്ങൾ മൊത്തത്തിൽ കാണുന്നുണ്ടോ? അപ്പോൾ കാണുന്നു നിങ്ങൾ മൊത്തത്തിൽ ഈ ഒരു സ്ഥലമാണ് നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നത്. അത് നമ്മൾ കറക്റ്റ് 12 മണിക്ക് നമ്മൾ വരും. 11:59 നമ്മൾ വരും. എന്നിട്ടാണ് നമ്മൾ കേക്ക് മുറി. ഓക്കെ ഗൈസ്, ഇനി 11:59 വരാം. ഓക്കെ, പടക്കം പൊട്ടിക്കുന്നതാണ് ഗൈസ്. ന്യൂ ഇയർ സെലിബ്രേഷൻ 12 മണിയായിരിക്കും ഗൈസ്. ഹാപ്പി ന്യൂ ഇയറിന് കേക്ക് മുറിക്കണം നമ്മള്. വേറെയില്ല, ശരിക്കും വേറെയില്ല. 59 1 മിനിറ്റ് കറക്റ്റ്. എല്ലാവരും ആക്റ്റീവല്ലേ? പടക്കം പൊട്ടിക്കണേ. പടക്കം പൊട്ടത്തില്ല. ആരും പടക്കം പൊട്ടും. ഇല്ല, പൊട്ടൂല. ഇവിടുന്ന് പൊട്ടുന്നില്ല. ഇവിടെ ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ആർക്കാ ഫസ്റ്റ് കേക്ക് വേണ്ടത്? ബായിൽ വെക്കേണ്ടത് ഇങ്ങോട്ട് വരിക. ഫസ്റ്റ് ആര് കേക്ക് വേണം?
അത് ഞാൻ തന്നെ വന്നിട്ട് എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെയായി. എല്ലാവർക്കും പിന്നെ ക്യാമറമാൻ മഞ്ഞ കേക്കുന്നു. ശരിയാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വേമ്പാ വേമ്പാടാ. ശരിയാ കേക്ക് വേണ്ട ആയിക്കില്ല. നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ന്യൂ ഇയർ ഊട്ടിയിൽ വെച്ച് ആഘോഷിക്കുകയാണ് ഗൈസ്. അടിപൊളി ന്യൂ ഇയർ ആയിരിക്കട്ടെ ഇൻഷാള്ള. പ്രാർത്ഥനയോടെ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ന്യൂ ഇയറിന് ഊട്ടി പോയിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ ഊട്ടി വ്ളോഗ്സുമായിട്ട് വരാം. അപ്പോൾ ന്യൂ ഇയർ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ഓക്കെ ബൈ ഗൈസ്.